ഈ വരുന്ന ഏപ്രിൽ 8, അതായത് നാളെ, ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം നാളെ മുരുക ഭഗവാന് വേണ്ടി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന ദിവസമായ പങ്കുനി മഹാദൈവിറെ ഷഷ്ടിയാണ്. എല്ലാ മാസവും വരുന്ന ഷഷ്ടി ദിവസം മുരുകനെ ആരാധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇതുപോലെ നിങ്ങൾ മുരുകസ്വാമിയെ ആരാധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളൊരു മുരുക ഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഹരഹരോ ഹരഹര എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ തേയ്പിറൈ ഷഷ്ടി പങ്കുനി മാസത്തിലെ ബുധനാഴ്ച വരുന്നതിനാൽ ഇത് പങ്കുനി മഹാഷഷ്ടി എന്നറിയപ്പെടുന്നു. ഈ ശുഭകരമായ ഷഷ്ടി ദിനത്തിൽ ഈ പറയുന്ന 3 ആചാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ മുരുകനെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും സാധിക്കുന്നതാണ്. ഒന്നാമതായി ഷഷ്ടി ദിനത്തിൽ ഉപവാസം അനുഷ്ഠിച്ച് മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മാല ഭഗവാന് സമർപ്പിക്കുക. ഈ ആരാധന നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കുകയും ചൊവ്വയുടെ പ്രതികൂല ഫലങ്ങൾ നീക്കുകയും ചെയ്യും. രണ്ടാമതായി, നിങ്ങളുടെ വീട്ടിൽ മുരുകൻ്റെ ഒരു വിഗ്രഹമോ പ്രതിമയോ ഉണ്ടെങ്കിൽ തേൻ ഉപയോഗിച്ച് അഭിഷേകം നടത്തുക. വിഗ്രഹമില്ലാത്തവർ തേൻ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും. ജീവിതം സന്തോഷം നിറഞ്ഞതാകും. മൂന്നാമതായി, മുരുകന് വേണ്ടി വെറ്റില ദീപം തെളിയിച്ച് ഓം ശരവണ ഭവ എന്ന പുണ്യമന്ത്രം 108 തവണ ജപിക്കുക. ഈ ആചാരം നിങ്ങളുടെ ജീവിതത്തിൽ അഗാധമായ പോസിറ്റീവ് മാറ്റം കൊണ്ടുവരും. ഏറ്റവും പ്രധാനമായി ഈ ദിവസം സാധിക്കുന്നവർ ഉപവാസം അനുഷ്ഠിക്കുക. ഷഷ്ടി ദിവസം ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി ആരാധന നടത്തുകയും വേണം. വാദപ്രതിവാദങ്ങൾ, സംഘർഷങ്ങൾ, പരുഷവും അധിക്ഷേപകരവുമായ ഭാഷകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഈ ദിവസം ആരാധന നടത്തുമ്പോൾ മൗനവ്രതം ആചരിക്കുന്നത് അസാധാരണമായ ഫലം നൽകും. ഷഷ്ടി തിഥി ഏപ്രിൽ 7 ഉച്ചകഴിഞ്ഞ് 3:51 മുതൽ ഏപ്രിൽ 8 സന്ധ്യയ്ക്ക് 5:58 വരെയാണ്. വ്രതമനുഷ്ഠിക്കുന്നവർ ഏപ്രിൽ 8 അതിരാവിലെ മുതൽ തുടങ്ങി അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്.